അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹമാണ് അവരുടെ മക്കളൊന്ന് നന്നാവണം. എൻ്റെ മകൻ നന്നായി കാണണം, എൻ്റെ മകൾ നന്നായി കാണണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകൻ നിസ്കരിക്കുന്നില്ല, മകള് നിസ്കരിക്കുന്നില്ല, വീട്ടിൽ നിന്ന് പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, തുടങ്ങി ഒരുപാട് പരാതികൾ, വേവലാതികൾ മക്കളെ കുറിച്ചുള്ളവരാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ. എന്നാൽ നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് വളരെ അധികമുണ്ട്. നമ്മുടെ വീട് തന്നെയാണ് അവരുടെ ഒന്നാമത്തെ പ്രാക്ടിക്കൽ കലാലയം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മുടെ മക്കളുടെ പഠനവും, നമ്മുടെ മക്കളുടെ വായനയും, നമ്മുടെ മക്കളുടെ ചെയ്തികളുമൊക്കെ. ഇൻഷാ അല്ലാഹ് അതിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ അതിന് കൊണ്ടുവരാൻ കഴിയും എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് നോക്കിയാലോ? ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചില ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചേക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ബാത്റൂം ഉണ്ട്. എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് ടെറസിൻ്റെ വീടായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ബാത്റൂം ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബാത്റൂമിലേക്ക് കടക്കാൻ വേണ്ടി, പ്രവേശിക്കാൻ വേണ്ടി ഒരു വലിയ ചെരുപ്പ് നമുക്ക് ബാത്റൂമിൽ കരുതിയിട്ടുണ്ടാകും. എന്നാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ആ വലിയ ചെരുപ്പ്. സ്വാഭാവികമായും നമ്മുടെ വലിയവരും നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ ബാത്റൂമിലേക്ക് പോകുന്നവരാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ ആരും ആ വലിയ ചെരുപ്പിട്ട് ബാത്റൂമിലേക്ക് പോകാറില്ല. വലിയവർ ആ ചെരുപ്പിട്ട് ബാത്റൂമിലേക്ക് പോകും, സ്വാഭാവികം. പക്ഷേ ചെറിയ മക്കൾ ആരും ആ ചെരുപ്പിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മറുപടി. എന്നാൽ അതിന് നാം ചെയ്യേണ്ടത്, ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ പാദരക്ഷ ധരിക്കുക, അതായത് ചെരുപ്പ് ധരിക്കുക, തല മറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം സുന്നത്താണ്. മാത്രവുമല്ല, ബാത്റൂമിൽ നിന്ന് അണുബാധ ഏൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചെരുപ്പ് ധരിക്കണമെന്ന് എല്ലാവരും പറയുന്നതാണ്. അത് നമ്മുടെ മക്കളെ കൂടി ആ ചെരുപ്പ് ധരിപ്പിക്കൽ നാം ശീലിപ്പിക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിലെ മക്കളെ ശീലിപ്പിച്ചാൽ വലിയ പ്രായത്തിലും അവരത് ചെയ്യും. അപ്പോൾ അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? വലിയ ചെരുപ്പ് ഉള്ളതോടുകൂടി തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പാകമാകുന്ന ഒരു ചെരുപ്പ് കൂടി ബാത്റൂമിൽ നാം കരുതണം. സ്വാഭാവികമായും അവരുടെ മൈൻഡിൽ ഈ ചെറിയ ചെരുപ്പ് എനിക്കുള്ളതാണ് എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലുണ്ടാവുകയും അതിലൂടെ അവർ ആ ചെറിയ ചെരുപ്പ് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവർ ധരിക്കുകയും ചെയ്യും. വലിയ ചെരുപ്പ് വലിയവർക്കുള്ളതാണ് എന്ന് അവർ ധരിച്ചു വെച്ചതുപോലെ ചെറിയ ചെരുപ്പ് കുഞ്ഞുങ്ങളായ ചെറിയ മക്കളായ ഞങ്ങൾക്കുള്ളതാണ് എന്ന് അവർ ധരിച്ചു വെക്കും. അതവർ ധരിക്കാൻ, ആ ചെരുപ്പ് അവരണിയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഒന്നാമതായി നമ്മുടെ വീട്ടിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമാണത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെരുപ്പ് ബാത്റൂമിൽ നാം കരുതുക. രണ്ടാമതായി, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരാണ് എല്ലാ ഉമ്മമാരും. അപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് നമ്മുടെ മക്കളും കാണാറുണ്ട്. എന്നാൽ മക്കളെ കൂടെ കൂട്ടി നിസ്കരിക്കുന്ന ഉമ്മമാര് വളരെ കുറവാണ്. മക്കളോട് നിസ്കരിക്കടി എന്ന് പറയും. അവര് അതിന് മറുപടിയും പറയുമെന്നല്ലാതെ നിസ്കരിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ അതിന് നാം ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലൊക്കെ വലിയ മുസല്ലയുണ്ടാവും ഉമ്മമാർക്ക് നിസ്കരിക്കാൻ, അതല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സഹോദരിമാർക്ക് ആർക്കാണെങ്കിലും നിസ്കരിക്കാൻ വലിയ മുസല്ലകൾ നാം വാങ്ങാറുണ്ട്. അത് നമ്മുടെ വീട്ടിലുണ്ട്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു ചെറിയ മുസല്ല കൂടി നാം വാങ്ങിയാൽ മക്കൾ കരുതും വലിയ മുസല്ല ഉമ്മമാർക്ക് നിസ്കരിക്കാനുള്ളതും ഇത്താത്തമാർക്ക് നിസ്കരിക്കാനുള്ളതുമാണെങ്കിൽ ഈ ചെറിയ മുസല്ല
അതെനിക്ക് നിസ്കരിക്കാനുള്ളതാണ് എന്ന ഒരു ചിന്ത മക്കളിലേക്ക് വരികയും അവരും നിങ്ങളോടുകൂടെ ആ ചെറിയ മുസല്ല ഉപയോഗിച്ച് നിസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ നിസ്കാരം അവരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ അതിലൂടെ കഴിയുമെന്ന് ഒരു ചിന്ത നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ട ഉമ്മമാര് അതല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ഖുർആൻ ഓതണം ഇശാ മഗ്‌രിബിനിടയിൽ. ആ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ മക്കളും നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ട് ഈ സമയം അതിനുള്ളതാണ്, ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്, നല്ല കാര്യങ്ങൾ ഓതിപ്പഠിക്കാനുള്ള സമയമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കി അവരും ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നാം നടപ്പിലാക്കിയാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കള് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുന്നവരും അതുപോലെ തന്നെ ചെറിയ മുസല്ല കൊണ്ടുവരുന്നതോടുകൂടി ആ മക്കളോട് ഇത് നിങ്ങൾക്കുള്ള മുസല്ലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുസല്ല അവരെ ഏൽപ്പിച്ച് അവരും നിസ്കാരം തുടങ്ങാൻ അതൊരു കാരണമായി തീരും. മൂന്നാമത്തത് ഇശാ മഗ്‌രിബിനിടയിൽ നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഒഴിവാക്കി വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കളും അതുപോലെ ആ ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.